ബലരാമനേക്കാളും മഹാദേവനേക്കാളും ബ്രഹ്മാവിനേക്കാളും എനിക്ക് എൻ്റെ മഹാലക്ഷ്മിയെക്കാളും ഇഷ്ടം നിന്നെയാണ്. എന്തുകൊണ്ട്? എന്താണ് കർമ്മം? എന്താണ് കർമ്മയോഗം? രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർമ്മമാണ്. കാരണം അതെല്ലാം ബന്ധത്തെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അല്പം പോലും പ്രതിഫലേച്ഛയില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ കൃഷ്ണാർപ്പണമസ്തു എന്ന ഭാവത്തോടുകൂടി ചെയ്യുന്നതെല്ലാം കർമ്മയോഗമാണ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്ന് കാമ്യകർമ്മം, മറ്റേത് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മത്തിന് കർമ്മയോഗം എന്ന് പേര്. അപ്പൊ അവിടെ ഒന്നുമില്ല, ഒരു പ്രതിഫലവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും, വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ, ഒരു നാളും തരി പോലും മാറാതെ കാൽച്ചൂട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണാ എന്ന് എല്ലാം കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ എന്ന് സമർപ്പിക്കുന്നതാണ് കർമ്മയോഗം. അപ്പൊ ഇവിടെ അത് ചിന്തിച്ചു. അതിനുശേഷം ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. നാലാമത്തെ അധ്യായത്തിലേക്ക്. എങ്ങനെയാണ് ഈ പരമ്പര വന്നത് എന്ന് പറയാണ്. അപ്പോ 2 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞ ഈ യോഗം ഉണ്ടല്ലോ അർജുന, ഇത് ഞാൻ സൃഷ്ടിയുടെ ആദ്യത്തിൽ തന്നെ സർഗാദൗ ഏവ, ഇത് സൂര്യന് ഉപദേശിച്ചതാണ്. എന്തിനു വേണ്ടി? ക്ഷത്രിയന്മാർക്ക്, ഈ ജഗത്തിനെ പരിപാലിക്കുന്നവരായിട്ടുള്ള രാജാക്കന്മാർക്കൊക്കെ ബലത്തെ നൽകുന്നതിന് വേണ്ടിയിട്ട്. കാരണം അവർക്ക് ബലം ലഭിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷ തനിയുണ്ടാകും. കാരണം ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ് ബ്രഹ്മരക്ഷ എന്നുള്ളത്. അങ്ങനെ ബ്രഹ്മപരിരക്ഷണത്തിന് ക്ഷത്രിയന്മാർക്ക് സാമർഥ്യമുണ്ടാകും. അങ്ങനെ ബ്രഹ്മക്ഷത്രങ്ങൾ പരിപാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജഗത്ത് പരിപാലിതമായി. അത് പ്രത്യേകിച്ച് പറയാനില്ല. ആ വിവസ്വാൻ അല്ലെങ്കിൽ സൂര്യൻ പിന്നീട് മനുവിനോടായിട്ട് പറഞ്ഞു. മനു അത് തൻ്റെ മകനായ ആദിരാജാവായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു കൊടുത്തു. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജഋഷയോ വിദോ സകാലേ നേഹ മഹതാ യോഗോ നഷ്ട പരന്തപ. ഇങ്ങനെ പരമ്പരയിലൂടെ കിട്ടിയതാണിത്. നമുക്കും ലഭിക്കുന്നത് പരമ്പരയിലൂടെ തന്നെയാണ്. അത് വംശപരമ്പരയല്ല, ഗുരുപരമ്പരയാണെന്ന് മാത്രമേ ഉള്ളൂ. ഗുരുക്കന്മാരിലൂടെ നമുക്കിത് കിട്ടുന്നു. നമ്മൾ അടുത്ത തലമുറയ്ക്ക്
അത് പകർന്നു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു പരമ്പരയാണ് നമ്മളിലേക്കും എത്തിച്ചേരുന്നത്. ഇവിടെ പരമ്പരയിലൂടെ ആ ലഭിച്ചതിനെ രാജർഷിമാര് മനസ്സിലാക്കി. അതുകൊണ്ട് ഉണ്ണി, അർജുന, ഈ പരമ്പരയാ ലഭിച്ചതിനെ രാജർഷിമാരൊക്കെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ കാലേന കുറെ കാലം കഴിഞ്ഞപ്പോ കാലേ ഗതേ അതെങ്ങനെയോ ആ പരമ്പര നഷ്ടപ്പെട്ടു പോയി. മഹതാ കാലേന നഷ്ട. ക്ഷത്രിയ പരമ്പരയിലൂടെ പ്രാപ്തമായി എങ്കിലും രാജർഷിമാരും രാജാക്കന്മാരൊക്കെ ഋഷിമാരൊക്കെ ഇത് അറിഞ്ഞിരുന്നുവെങ്കിലും കാലക്രമേണ ആ സമ്പ്രദായം തന്നെ എന്താ പറയാ വിച്ഛിന്നമായി, മുറിഞ്ഞു പോയി. അങ്ങനെ സമ്പ്രദായം വിച്ഛിന്നമായി. അതോടുകൂടി ഈ പരമ്പര തന്നെ ഇല്ലാതായി. സൂര്യൻ, മനു, ഇക്ഷ്വാകു ഇവർക്കൊക്കെ പരമ്പരയാ ലഭിച്ചുവെങ്കിലും നമുക്ക് ശിഷ്യപ്രശിഷ്യ പരമ്പരയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. പക്ഷെ അതെ ആ പരമ്പര തന്നെ എന്ത് പറ്റി, ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. സയേവായം മയാ ദേത്യായോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ജയതി രഹസ്യം ഏതദുത്തമം. ആ യോഗം അല്ലെങ്കിൽ ആ പരമ്പരയിലൂടെ നിലനിന്നിരുന്നതായിട്ടുള്ള യോഗത്തെ ഞാൻ നിനക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പോവുകയാണ്. എന്താ നിനക്കുള്ള അതിനുള്ള അർഹത? എന്താ അർഹത? നീ എന്റെ ഭക്തനുമാണ്, സുഹൃത്തും. ത്വമേ സഖാ ഭക്തഹാച്ച്, ഭക്തനുമാണ്, എന്റെ സഖാവുമാണ്. അതുകൊണ്ട് അത്യന്തം രഹസ്യമായിട്ടുള്ള യോഗം, ആ യോഗത്തെ പറയുന്നതും ഇനി പറയാൻ പോകുന്നതൊക്കെ അത്യന്തം രഹസ്യമാണ്. അതിവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഈ പല സന്ദർഭങ്ങളിലും നമുക്ക് ഭഗവത്ഗീതയിലും കാണാം, മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ഇത് അത്യന്തം ഗുഹ്യമാണ്, എങ്കിൽ ഗുഹ്യതമം എന്നും കാണാം. രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രഹസ്യമാണ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വഴി പോകുന്നവർക്കും കാണുന്നവർക്കെല്ലാം കൊടുക്കാനുള്ളതല്ല. ഇത് ജിജ്ഞാസുക്കൾക്ക് മാത്രം പകർന്നു കൊടുക്കാനുള്ളതാണ്. ഇത് ശാസ്ത്രമാണ്, ഇതിന് വ്യഭിചരിക്കരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗുഹ്യമെന്നും ഗുഹ്യതമം എന്നും ഗുഹ്യതമം എന്നൊക്കെ പറയുന്നത്. അപ്പോ നിനക്ക് ഞാനിത് പറഞ്ഞു തന്നു എന്നുള്ളത് പ്രത്യേകം. അപ്പോ ഇത് പറഞ്ഞു തന്നല്ലോ, പ്രോക്തം എന്നല്ലേ പറഞ്ഞത്, പ്രോക്തം എന്നാ പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പൊ ഇത് ഒരു ഉപസംഹാര വാക്യമല്ലേ? എന്നാൽ ഇവിടെ ഉപസംഹരിക്കുകയാണോ? അല്ല, ഇവിടെ അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളിലേക്ക് കടക്കുക. ഇനി ജ്ഞാനമാർഗത്തിലേക്കുള്ള ഒരു പ്രചോദനം, ആ പ്രചോദനമാണ് ഇവിടെ പറഞ്ഞത്. ഗോപ്യം യത് അത്യന്തം അനന്യവാച്യം വദന്തി ഭക്തേഷു മഹാനുഭാവ. എന്താ മനസ്സിലായത്? യാതൊന്നാണോ അത്യന്തം ഗോപ്യമായിട്ടുള്ളത്, ആരോടും പറഞ്ഞുകൂടാത്തത്, പക്ഷെ അത് മഹാനുഭാവന്മാർ ആരോട് പറയുന്നു? ഭക്തന്മാരോട് പറയുന്നു. കാരണം ഭക്തന്മാർക്ക് അത് കേൾക്കാനുള്ള അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് ഞാൻ ഈ വേദസാരം ഉപദേശിച്ചു തരുന്നു.
എന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ അർജുനന്റെ സംശയം. അപ്പോ ഞാൻ ഈ യോഗത്തെ പണ്ട് സൂര്യന് ഉപദേശിച്ചു കൊടുത്തു. സൂര്യൻ അത് പിന്നീട് മനുവിനും ഇക്ഷ്വാകുവിനൊക്കെ ഉപദേശിച്ചു എന്ന് പറയല്ലേ. അപ്പൊ അർജുനൻ വളരെ പണ്ട് ഉണ്ടായിട്ടുള്ള സൂര്യന്, ആ സൂര്യന് ഇപ്പോഴുള്ള ശ്രീകൃഷ്ണൻ എങ്ങനെ ഉപദേശിച്ചു? അപ്പൊ ഇതൊരു വിരുദ്ധമല്ലേ? ഇവിടെ ഒരു വൈരുദ്ധ്യം, ഇത് തീരെ യോജിക്കുന്നില്ലല്ലോ. എന്ത്? എന്നോ ജനിച്ച വിവസ്വാൻ ഇപ്പൊ തന്റെ മുന്നിൽ കാണുന്ന കൃഷ്ണൻ, ഇപ്പൊ തന്റെ മുന്നിൽ തന്നോട് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണൻ എപ്പോഴോ ഉണ്ടായ വിവസ്വാന് ഉപദേശിച്ചു എന്ന് പറയുമ്പോ അവിടെ ഒരു ചർച്ചക്കുറവുണ്ടല്ലോ, ഒരു ഔചിത്യക്കുറവില്ലേ? അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. ചോദ്യം മനസ്സിലായോ? അപ്പോ അപരം ഭവതഃ ജന്മ, ഭവതഃ ജന്മ അപരം, വിവസ്വതഃ ജന്മ പരം. അപ്പോ അഹം ഏതം കഥം വിജാനീയ, ഞാൻ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പോ ഇപ്പൊ തന്റെ മുന്നിലുള്ള ഭഗവാൻ ആദിയിലെ വിവസ്വാൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ചർച്ചയില്ല. അതെനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അപ്പൊ വ്യക്തമാക്കുകയാണ് ഭഗവാൻ. എന്താ വ്യക്തമാക്കുന്നത്? ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപാ. അർജുന, മേ ബഹൂനി ജന്മാനി വ്യതീതാനി, എനിക്കേ നീയിപ്പൊ ഈ കാണുന്ന ഈ ജന്മമല്ല, എത്രയോ എത്രയോ ജന്മങ്ങള് കടന്നുപോയി. അത് എനിക്ക് മാത്രമല്ല, നിനക്കും ബാധകമാണ്. തവച, നിനക്കും ഒരുപാട് ജന്മങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ഏതേതൊക്കെ ജന്മങ്ങളാണ് കടന്നുപോയത് എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ നിനക്കതറിയില്ല. ഞാനിത് മനസ്സിലാക്കുന്നു, നീ മനസ്സിലാക്കുന്നില്ല. ഇതാണ് വ്യത്യാസം. ഒരുപാട് ജന്മങ്ങൾ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ധർമാദികളെ, ഇന്ന ധർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നീ ബദ്ധനാണ്. ആ ധർമാദികളാൽ പ്രതിബദ്ധനായിരിക്കുന്നത് കൊണ്ട്, നിന്റെ ജ്ഞാനശക്തി മറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിനക്കിത് വ്യക്തമാകുന്നില്ല. എന്നാൽ ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവന. അതുകൊണ്ട് ഒന്നിനാലും ആവരണം ചെയ്യപ്പെട്ടിട്ടില്ല. അഹം പുനഃ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്വാത് അനാവരണ ജ്ഞാനശക്തി. ജ്ഞാനശക്തി അനാവൃതമാണ്, ആവൃതമല്ല, മറഞ്ഞിട്ടില്ല, മറയ്ക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് വളരെ ക്ലിയറാണ്. പക്ഷെ നിനക്ക് അറിയില്ല. അതാണ് വ്യത്യാസം. വേദാഹം സമതീതാനി വർത്തമാനാനി ചർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന എന്ന് 7-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം. ഞാന് കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും
ഇനി വരാനിരിക്കുന്നതും എല്ലാം തിരിച്ചറിയുന്നു പൂർണ്ണമായി. പക്ഷേ മാം കശ്ചന നവേദ, എന്നെ ആരും തന്നെ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പോ സച്ചിദാനന്ദമാണ് ഭഗവത് സ്വരൂപം, ആത്മസ്വരൂപം. അതറിയുന്നില്ല. ആരാണ് അറിയാത്തത്? അവിദ്യക്ക് വശങ്കതനായിരിക്കുന്നവൻ അറിയുന്നില്ല. നമ്മളൊക്കെ അവിദ്യയിൽപ്പെട്ട് നടന്നിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മരിച്ചു പോകുന്നത്. എന്നാൽ അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് ഉയർന്നു കഴിഞ്ഞാലോ, അവിദ്യയാ മൃത്യും തീർത്തുവാ വിദ്യയാ അമൃതമശ്നുതേ. അവിടെയാണ് എത്തിച്ചേരേണ്ടത്. അതെങ്ങനെയാ? അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സന്ന പ്രകൃതിം സ്വാധിഷ്ഠായ സംഭവാമി ആത്മമായയാ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഏതിനെ ആശ്രയിച്ചിട്ട്? ത്രിഗുണാത്മികയായ മായയെ ആശ്രയിച്ച്. അങ്ങനെ ത്രിഗുണാത്മികയായിട്ടുള്ള ആ മായയെ ആശ്രയിച്ചുകൊണ്ട് ജന്മരഹിതനാണെങ്കിലും നാശരഹിതനാണെങ്കിലും സകല ജീവജാലങ്ങളുടെയും ഈശ്വരനാണെങ്കിലും സ്വന്തം പ്രകൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. ആ ത്രിഗുണാത്മികയായിട്ടുള്ള മായയെ, യാതൊരു മായയുടെ വശത്തിലാണോ ഈ സകല ജഗത്തും വർത്തിക്കുന്നത്, നമ്മളെല്ലാവരും ഏതൊരു മായയുടെ പിടിയിലാണോ പെട്ടുപോയിരിക്കുന്നത്, ആ മായയെ തന്നെയാണ് ഞാനും അധിഷ്ഠാനമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആരെ പോലെ? എല്ലാവരെ പോലെ, ദേഹവാനെ പോലെ, ജനിച്ചവനെ പോലെ ആ ആത്മമായയാൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആത്മമായയാലാണ് ഈ ലോകം ഉണ്ടാകുന്നത് പോലെ അല്ല കേട്ടോ, പരമാർത്ഥമായിട്ട് ഭവിക്കുകയല്ല. ഇനി അടുത്ത ശ്ലോകം വളരെ വളരെ പ്രാധാന്യമുള്ള ശ്ലോകം. എന്താ കാരണം? തച്ച ജന്മ കഥ കിമർത്ഥം. ആ ജന്മം എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണ് സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങൾ. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാ ആത്മാനം സൃജാമ്യഹം. ഹേ ഭാരത, ഹേ ഭാരത, ഹേ ഭരതവംശജ. ഭാരത എന്നുള്ള ആ പദത്തിന് തന്നെ എന്തൊരു ശക്തിയാണ് അല്ലേ? അതുകൊണ്ടാണ് ഭാരതം എന്ന് പറയണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാരതം ഭാരതം എന്ന് പറഞ്ഞ് ശീലിക്കണം. ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ് ശീലിക്കരുത്. കാരണം അതിന് അർത്ഥമില്ലല്ലോ. ഉണ്ടോ? ഇന്ത്യ എന്നുള്ളതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും അർത്ഥം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ സന്തോഷം. ഒരർത്ഥവുമില്ല. ഏതുപോലെ? ഇപ്പോഴും ഫോൺ എടുത്തിട്ട് ഹരി ഓം എന്ന് പറയാതെ ഹലോ ഹലോ എന്ന് പറയുന്ന പോലെ. നാമം ജപിക്കാനും ഭഗവത്ഗീത കേൾക്കാനൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലായി. എന്നിട്ടും ഇപ്പോഴും ആ കുന്ത്രാണ്ടം എടുത്തിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിർത്തേണ്ടത് അതാണ്. ആദ്യം നിർത്തേണ്ടത് ഈ ഹലോ ഹലോ എന്നുള്ള. ഒരർത്ഥമില്ല. ഉണ്ടോ? ഒരർത്ഥമില്ല. അന്ന് ആ സായിപ്പന്മാര് വിസർജിച്ചിട്ട് പോയതാ. അത് തന്നെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്.
സ്വാതന്ത്ര്യം കിട്ടി 19 കൊല്ലായി, എന്നിട്ടും അവരുടെ വിസർജ്യം കൊണ്ട് നടക്കുക. ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഹരിയോ എന്ന് പറയാൻ വല്ല പ്രയാസമുണ്ടോ? ഹരേ കൃഷ്ണ, ഹരിയോ, നാരായണ, രാധേശ്യാം, നമശിവായ, എന്തൊക്കെ പറയാ. അർത്ഥമുള്ള എത്ര പദങ്ങൾ പറയാനുണ്ട് ഫോൺ കയ്യിലെടുത്തിട്ട്. അത് കേൾക്കുന്ന അത്രയും. ഇപ്പൊ നമ്മൾ ഒരു ദിവസം 100 പേർക്ക് ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ 100 പേരെയും ഒന്നുമില്ലേ നാമം കേൾപ്പിച്ചുകൂടെ? അവര് പറയുന്നത് രണ്ടാമത്തെ വിഷയം. നമുക്ക് നാമം കേൾപ്പിക്കാലോ. ഹരിയോം, നാരായണ, രാധേശ്യാം. ചിലപ്പോ അവര് തിരിച്ചു പറയും അത് തന്നെ, ഹരിയോം എന്ന് തിരിച്ചു പറയും. എന്റെ അനുഭവത്തിൽ തിരിച്ചു പറയുന്നുണ്ട്. ഒരുപാട് പേര് നമ്മൾ ഫോൺ വിളിച്ചാൽ ഹരിയോം എന്നേ പറയുള്ളൂ. ബാക്കി ആര് വിളിച്ചാലും ഹലോ എന്ന് പറയും. നമ്മൾ ഫോൺ വിളിച്ചാൽ ഹരിയോം എന്നേ പറയൂ. അപ്പൊ എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞത്? ഭാരതം എന്നുള്ളത് തന്നെ പറഞ്ഞ് ശീലിക്കണം എന്ന് പറയാൻ വേണ്ടിട്ടാ. അതല്ലേ? കാരണം എന്താ? ജ്ഞാനമാകുന്ന പ്രകാശം, അതാണ് ഭാ എന്ന് പറഞ്ഞത്. പ്രകാശാണത്. ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ജ്ഞാനത്തിന്റെ പ്രകാശമല്ല, ജ്ഞാനത്തിന് വെളിച്ചമാണല്ലോ. അതുകൊണ്ടല്ലേ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണേ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഭ എന്ന് പറഞ്ഞാൽ എന്താ? അറിവാണ്. ഈ അറിവിന്റെ പ്രകാശത്തിൽ രമിക്കുന്നതാണ് ഭാരതം. പറഞ്ഞ മനസ്സിലായോ? ഇത് ജ്ഞാനഭൂമിയാണേ. ഇത് ജ്ഞാനഭൂമിയാണ്. ഇത് മോക്ഷഭൂമിയാണ്. അറിവിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാവ്യസനികള്, ജിജ്ഞാസുക്കള് ഈ ഭാരതത്തിലേക്കാണ് ഒഴുകിയിരുന്നത് ഒരു കാലത്ത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന അമേരിക്കയും കാനഡയും ഒന്നും അന്ന് ഇല്ല, ലോകത്തിലേ ഇല്ല, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ എവിടെയാണോ പോണത്, അതൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഇവിടെ വിശ്വോത്തര വിശ്വവിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതല്ലേ? ലോകപ്രസിദ്ധങ്ങളായിട്ടുള്ള വിശ്വവിദ്യാലയങ്ങള് 12,000 മുതൽ 18,000 വരെ വിദ്യാർത്ഥികള് പഠിക്കുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നളന്ദ, തക്ഷശില, വിക്രമശില, പാടലീപുത്രം, എത്ര. അതുകൊണ്ടാണ് അന്ന് ജഗദ്ഗുരു ആയിരുന്നു. ഇനി നമ്മുടെ പ്രയത്നത്തിലൂടെ തിരിച്ചു വീണ്ടും ആ ഭാരതം ജഗദ്ഗുരു പദത്തിലേക്ക് എത്തണം. അതിന് നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം വേണം. ശരി. ഹേ ഭാരത, യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി അധർമ്മസ്യ അഭ്യുത്ഥാനം ഭവതി തഥാ അഹം ആത്മാനം സൃജാമി. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഹാനി ഉണ്ടാകുന്നത്, മങ്ങൽ ഉണ്ടാകും, അല്ലെ? ഗ്ലാനി എന്നുള്ളതിന് മങ്ങല്. ധർമ്മത്തിന് മങ്ങലേൽക്കുമ്പോ വർണ്ണാശ്രമാദി ലക്ഷണങ്ങളും സകല ജീവജാലങ്ങളുടെയും അഭ്യുദയ നിശ്രേയസുകൾക്കൊക്കെ കാരണമായിട്ടുള്ളതായ ധർമ്മം അങ്ങനെയാണല്ലോ. യഥോഭ്യുദയ നിശ്രേയസ സിദ്ധി സധർമ്മ എന്നാണ് ധർമ്മത്തിന്റെ ലക്ഷണം. യാതൊന്നിൽ നിന്നാണോ, യാതൊന്ന് ആചരിക്കുന്നതിലൂടെയാണോ അഭ്യുദയവും നിശ്രേയസും ഉണ്ടാകുന്നത്, ഇതിനാണ് ധർമ്മം എന്ന് പേര്. ധർമ്മം എന്നുള്ള പദത്തെ നിർവചിക്കാൻ പുറപ്പെടുന്നില്ല. കാരണം ധർമ്മം എന്നുള്ള പദത്തെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് അത് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും വളരെ വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ് ഇത് ധർമ്മം. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മളെ യാതൊന്നാണോ നിലനിർത്തുന്നത് അത് ധർമ്മം. ധാരണാത് ധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയതേ പ്രജാ. നമ്മളെല്ലാവരെയും നിലനിർത്തുന്നില്ലേ?
അതാണ് ധർമ്മം. ആ ധർമ്മം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോരുന്നത്. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും പോലീസ് സ്റ്റേഷനും ഒക്കെയാണ് നമ്മളെ നിലനിർത്തുന്നത്. ഒരു ആഭ്യന്തര വകുപ്പും ഒരു പോലീസ് സ്റ്റേഷനും അല്ല, ഒരു നിയമവ്യവസ്ഥയും അല്ല നമ്മളെ നിലനിർത്തുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ധർമ്മബോധമാണ്. എന്തെങ്കിലും അരുതാത്തത് പറയാൻ തുടങ്ങുമ്പോൾ നമ്മളോട് പറയും, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയും, അങ്ങനെ പറയരുത്, അത് മോശം, അങ്ങനെ ചെയ്യരുത്, അത് മോശം എന്ന് നമ്മളോട് തന്നെ പറയും. ആരാ പറയണത്? നമ്മുടെ ഉള്ളിലുള്ള ധർമ്മബോധമാണ്. ആ നമ്മുടെ ഉള്ളിലുള്ള തന്നെയുള്ള ധർമ്മബോധമാണ് നമ്മളെ നിലനിർത്തുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് പറയണത് ധർമ്മോ രക്ഷതി രക്ഷിത. ഇങ്ങനെ വെറുതെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ എഴുതി വെക്കാനുള്ള സാധനമല്ല അത് മനസ്സിലാക്കേണ്ട സാധനമാണ്. എന്ത്? നമ്മളാൽ രക്ഷിക്കപ്പെടുന്ന ധർമ്മം നമ്മളെയും രക്ഷിക്കുന്നു. അതാണ് ധർമ്മത്തിന്റെ മഹത്വം. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ പറയില്ലേ? മഹാജനോ യേനഗത സപന്ഥ. അപ്പൊ ഇവിടെ എപ്പോഴെപ്പോഴൊക്കെയാണോ ആ ധർമ്മത്തിന്റെ ഗ്ലാനി ഉണ്ടാകുന്നത്, ഹാനി ഉണ്ടാകുന്നത്, അധർമ്മത്തിന്റെ ഉയർച്ചയുണ്ടാകുന്നത്, അപ്പോൾ ഞാൻ അവതരിക്കും. ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യഹ സഹ ധർമ്മ. ഉപോദ്ഘാത ഭാഷ്യത്തില് നിർവചിച്ചിരിക്കുന്നത് ഇതാ. അപ്പൊ ആ നിർവചനം നമ്മള് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ജീവിതത്തിൽ നമ്മളെല്ലാവരും സ്വീകരിച്ച് അനുഷ്ഠിക്കേണ്ടുന്നതായ മൂല്യങ്ങള് എന്താണോ ഇപ്പോ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ ആ മൂല്യങ്ങളെ പരിപാലിക്കുമ്പോഴാണ് നമ്മൾ വസിക്കുന്നതോടൊപ്പം നമ്മൾ നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ സമൂഹവും നിലനിൽക്കണമെങ്കിൽ ഏത് രക്ഷിക്കപ്പെടണം? മൂല്യങ്ങൾ രക്ഷിക്കപ്പെടണം, മൂല്യങ്ങൾ പരിപാലിക്കപ്പെടണം. അപ്പോ ജഗതഃ സ്ഥിതി കാരണം എന്നതുകൊണ്ടാണ് പറയുന്നത്. ജഗതഃ സ്ഥിതി കാരണം, ഈ ജഗത്തിന്റെ സ്ഥിതി അത് ധർമ്മത്തിലൂടെയാണ്. ഇനി അടുത്ത ശ്ലോകം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട ശ്ലോകങ്ങളാണ്. എപ്പോൾ ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു, എന്തിനു വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ളത് കൂടി പറയണ്ടേ? അപ്പൊ എന്താ അടുത്ത ചോദ്യം? കഥാ എന്ന് ചോദിച്ചു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പൊ ചോദ്യം, കിമർത്ഥം? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്? അപ്പോ എങ്ങനെ, എപ്പോഴാണ് അവതരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന സംശയം, എന്തിനായിക്കൊണ്ട് അവതരിക്കും? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധൂനാം പരിത്രാണായ. എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത്? സാധൂനാം പരിത്രാണായ ദുഷ്കൃതാം വിനാശായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ച യുഗേ യുഗേ സംഭവാമി. എന്താ മനസ്സിലായത്? സാധൂനാം പരിത്രാണായ, സാധുക്കളുടെ
പരിരക്ഷണത്തിനായിക്കൊണ്ട് ദുഷ്കൃതാം വിനാശായ, ദുഷ്കൃതാം ദുഷ്കർമ്മ നിരതന്മാരുടെ വിനാശത്തിനായിക്കൊണ്ട്, ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തെ നല്ല നിലയ്ക്ക് സ്ഥാപിക്കുന്നതിനായിക്കൊണ്ട് ഞാൻ യുഗേ യുഗേ പ്രതിയുഗം ഓരോ യുഗത്തിലും ഞാൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ സാധൂനാം പരിത്രാണായ, ആരാ സാധു എന്ന് പറഞ്ഞാല്? സാധു എന്ന് പറഞ്ഞാൽ സന്യാസിമാര് എന്നാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയാം. സന്യാസിമാര് സാധു വരും. മലയാളത്തില് അവൻ സാധു ആണെന്ന് പറഞ്ഞാൽ അവൻ പഞ്ച പാവാണ്. മലയാളത്തില് അയ്യോ ആള് പരമസാധുവാ പറയാറില്ലേ? എന്നാ സാധുവാണ് എന്ന് നോർത്തിൽ പോയി പറഞ്ഞാലോ സന്യാസിയാണെന്ന് അർത്ഥം. ഇത് രണ്ടും അല്ല ഇവിടെ അർത്ഥം. സാധു എന്ന് പറഞ്ഞാൽ സന്മാർഗസ്ഥ എന്നർത്ഥം. സന്മാർഗത്തിൽ നിലകൊള്ളുന്നവൻ എന്നാണ് ഇവിടെ ഏത് ശബ്ദത്തിനർത്ഥം? സാധു ശബ്ദത്തിനർത്ഥം. അപ്പോ സന്മാർഗസ്ഥിതന്മാര് ആണ് സാധുക്കൾ. സത്യധർമ്മങ്ങളുടെ മാർഗം, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗം, സജ്ജനങ്ങൾ മഹാത്മാക്കൾ കാണിച്ചു തരുന്ന മാർഗം, ഇതൊക്കെയാണ് സന്മാർഗം. സന്മാർഗം എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോ ധർമ്മമാർഗം എന്ത് എന്ന നിർണയത്തില് തർക്കത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഒരു ഉത്തരം കിട്ടുകയില്ല. ഒരാചാര്യനെ മാത്രം ആശ്രയിക്കുന്ന പതിവും നമുക്കില്ല. പല പല ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നതിലത്തെ സാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുരുനാഥൻ 24 ഗുരുക്കന്മാരിലെ ഭാഗവതത്തില് ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത് വണ്ടാണ്. ഓരോ പൂവിലും ചെന്ന് ആവശ്യമുള്ള തേൻ മാത്രം നുകർന്നെടുക്കുന്ന വണ്ട് ഒരു ഗുരുവാണ്. ഏകാദശ സ്കന്ധത്തില് 7, 8, 9 അധ്യായങ്ങളില് 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയും. പൃഥിവി വായുരാകാശ ആപോഗ്നിശ്ചന്ദ്രമാ രവി കപോതോ അജകര സിന്ധു പതംഗോ മധുഗത് ഗജ. അവിടെ മധുകൃത്ത് വണ്ട്. അതുപോലെ അപ്പൊ ഇവിടെ നമ്മള് ഒരാചാര്യനെ മാത്രം സ്വീകരിക്കുകയല്ല, മഹാജനങ്ങൾ ഏത് വഴിയിലൂടെയാണോ പോയത് അത് തന്നെയാണ് നമ്മുടെ വഴി. തർക്കോ പ്രതിഷ്ഠശ്രുതയോ വിഭിന്നാ നൈകോ ഋഷിർയസ്യ വചഃ പ്രമാണം. മഹാഭാരതം. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗതഃ സപന്ഥാ. ഇപ്പൊ തർക്കം ഉറച്ചു നിൽക്കുന്നതല്ല, ശ്രുതികള് വിഭിന്നങ്ങളാണ്. ഒരു ഋഷി അങ്ങനെയില്ല. ആരുടെ വാക്കുകൾ മാത്രം പ്രമാണമാണോ? അങ്ങനെ ഒരു ഋഷിയില്ല. അപ്പോ ധർമ്മത്തിന്റെ തത്വം രഹസ്യമാണ്. ധർമ്മത്തിന്റെ തത്വം വളരെ വളരെ രഹസ്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ധർമ്മമാർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാജനോ യേന ഗതഃ സപന്ഥാ. മഹാജനോ യേന ഗതഃ സപന്ഥ. മഹാജനങ്ങളെ യാതൊരു വഴിയെ ചരിച്ചുവോ അത് തന്നെയാണ് ധർമ്മമാർഗം. അപ്പൊ സജ്ജനങ്ങൾ പ്രദർശിപ്പിച്ച മാർഗത്തില് ധർമാചാരയുക്തന്മാരായിട്ട് അവനവന്റെ ഗുണഘടനയ്ക്ക് അവസ്ഥയ്ക്ക് അനുസൃതരായിട്ട് കഴിയുന്ന ആൾക്കാര് സാധു. സാധു ശബ്ദം കൊണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സാധുക്കളുടെ പരിരക്ഷണാർത്ഥം ഭഗവാൻ അവതരിക്കുന്നു. ഒന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളെ
പരിരക്ഷിക്കാൻ ആര് അവതരിക്കും? ഭഗവാൻ അവതരിക്കും. എപ്പോ? എങ്ങനെയുള്ള നമ്മളെ? എന്ത് വൃത്തികേടുകളും കാണിക്കുന്ന, നാട്ടുകാരെ മുഴുവൻ കള്ളു കുടിപ്പിക്കുന്ന നമ്മളെ ആണോ? അല്ല. നമ്മൾ എന്തു തോന്നിവാസം കളിച്ചാലും, എന്തരുതാത്ത പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്ന് ആരും കരുതണ്ട. അത് തെറ്റിദ്ധാരണയാണ്. ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞെന്താ? സാധൂനാം പരിത്രാണായ എന്നേ പറഞ്ഞിട്ടുള്ളൂ. വൃത്തികെട്ടവരുടെ പരിത്രാണായ എന്ന് പറഞ്ഞിട്ടില്ല. ദുർജനങ്ങളുടെ പരിത്രാണായ എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. സന്മാർഗസ്ഥാനാം പരിത്രാണായ. അതുകൊണ്ട് നമ്മള് നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ പ്രകാശരൂപനെ വണങ്ങണം. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. വീഴില്ല. ധാവൻ നിമില്യവാ നേത്രേ നസ്ഖലേ നപതേ എന്ന ഏകാദശ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയാണ്. ധാവൻ നിമില്യവാ നേത്രേ. നിമി നവയോഗി സംവാദത്തിൽ. നിമി നവയോഗി സംവാദം ഏകാദശത്തിൽ 2, 3, 4, 5 അധ്യായങ്ങളിൽ ആയിട്ട് പറയുന്ന ഭാഗം. അവിടെ പറയണത് കണ്ണുമടച്ച് ഓടിക്കോളൂന്നവർ. ധാവൻ നിമില്ലവാന്ന് നസ്കലേ നപതേ, വീഴില്ല എന്നവർ. ആരെ ആശ്രയിച്ചാൽ? സർവാത്മന ഭഗവാനെ ആശ്രയിക്കണം. സർവാത്മന ഭഗവാനെ ആശ്രയിക്കണം. വേറെ ആരുമില്ല എനിക്ക്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ എന്ന് ആശ്രയിക്കണം. അല്ലാതെ വേറെ എല്ലാവരെയും ആശ്രയിച്ചിട്ട് ഓരോരാളും കൈവിട്ടു, അയാൾ ഉപേക്ഷിച്ചു, ഇയാൾ ഉപേക്ഷിച്ചു, മറ്റവൻ നോക്കുന്നില്ല, മൂത്ത മകന്റെ അടുത്ത് പോയി, അവനും നോക്കുന്നില്ല, അതുകൊണ്ട് ആരും നോക്കാത്തതുകൊണ്ട് ഞാൻ ആരെ ആശ്രയിക്കുന്നു? ഭഗവാൻ. അതല്ല. അങ്ങനെയുള്ളവരെ രക്ഷിക്കാമെന്ന് ഭഗവാൻ ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ക്ലിയറായോ പറയുന്നത്? അപ്പോ സാധൂനാം പരിത്രാണായ. അപ്പൊ ഇത് ആ ഒരൊറ്റ പദത്തിൽ തന്നെയുണ്ട്. നമ്മൾ ആരായി തീരണം? നമ്മൾ സന്മാർഗസ്ഥന്മാരാവണം എന്നുള്ളൊരു വലിയൊരു തത്വമാണ് അവിടെ. നമ്മൾ സന്മാർഗസ്ഥരായാൽ നമ്മളെ ആര് രക്ഷിച്ചോളും? ഭഗവാൻ രക്ഷിക്കും. സംശയമൊന്നും വേണ്ട. ആണ് സാധൂനാം പരിത്രാണ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കണ്ടോ? എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? നമ്മൾ ധർമ്മത്തെ ആശ്രയിക്കുക, ധർമ്മത്തെ അനുഷ്ഠിക്കുക. അരുതാത്തത് പറയാനോ അരുതാത്തത് ചെയ്യാനോ പോണ്ട. മനസ്സിലായില്ലേ? ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നിനും വേണ്ടിയിട്ടല്ലാതെ ആരാണോ ഭഗവാനെ സമീപിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. മനസ്സിലായില്ലേ? 8 A+ തന്നാൽ ചുറ്റുവിളക്ക്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയല്ലേ? നമ്മുടെ ഓരോരോ കാര്യങ്ങള് സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജന്റാണ് ആര്? ഭഗവാൻ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയാ. എന്ത്? അത് തന്നാൽ ഇത് തരാം, അല്ലേ? മകളുടെ കല്യാണം നടത്തി തന്നാൽ ചെയ്ത്.
മറ്റേത് ശരിയാക്കി തന്നാൽ തരാം. അടുത്തതില് വീട്ടിനടുത്തേക്ക് പ്രൊമോഷൻ വാങ്ങി തന്നാൽ ഇന്ന് തരാം. കൈക്കൂലി ആർക്ക്? കൃഷ്ണന്. കൃഷ്ണന് കൈക്കൂലിയാ കാര്യം നടക്കാൻ. അതാണോ ഭക്തി? ഭഗവാൻ അങ്ങനെയുള്ള ഭക്തനെ അല്ല ഭഗവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഭഗവാൻ നമ്മളോടൊരു കാരുണ്യം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഓരോന്നും സാധിപ്പിച്ച് തരുമ്പോഴും ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഇവൻ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നന്നാവും എന്നാ വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ഇവൻ ഇന്ന് ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നാളെയെങ്കിലും ഈ ചോദിക്കുന്നത് നിർത്തും എന്നാണ് ആര് പ്രതീക്ഷിക്കുന്നത്? ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. നിരപേക്ഷം മുനിം ശാന്തം, ഏകാദശസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായം. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യംഘ്രിരേണുഭി. ഒന്നും ആഗ്രഹിക്കാത്ത ശാന്തനായ മൗനിയായ, ആരോടും ശത്രുതയില്ലാത്ത, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഭക്തന്റെ പിറകെ ഞാനിങ്ങനെ നടക്കും. അനുവ്രജാമി എന്നാ പറഞ്ഞത്. നമ്മൾ ഭഗവാന്റെ പിറകെ അല്ല, ഭഗവാൻ നമ്മുടെ പിറകെ നടക്കുകയാണ്. എന്തിനാണെന്നറിയോ? ആ ഭക്തന്റെ, യഥാർത്ഥ ഭക്തന്റെ കാലിലെ പൊടി ഏറ്റിട്ട് വേണം എനിക്ക് ശുദ്ധനാവാൻ. ആരാ പറയണത്? ഭഗവാൻ പറയാണ്. ആലോചിച്ചു നോക്കൂ. അപ്പോ ഭക്തന്റെ പാദധൂളിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഏത് ഭക്തന്റെ? ബലപേശുന്ന ഭക്തന്റെ അല്ല, ലേലം വിളിക്കുന്ന ഭക്തന്റെ അല്ല, ഒന്നും ആഗ്രഹിക്കാത്ത ഭക്തൻ. ഉദ്ധവ, അതുകൊണ്ട് എനിക്ക് ബലരാമനേക്കാളും മഹാദേവനേക്കാളും ബ്രഹ്മാവിനേക്കാളും എനിക്ക് എന്റെ മഹാലക്ഷ്മിയെക്കാളും ഇഷ്ടം നിന്നെയാണ്. എന്തുകൊണ്ട്? നീ എന്നെ മാത്രമേ ആഗ്രഹിക്കൂ. ക്ലിയറായോ? ആ തലത്തിലേക്ക് എത്തുന്ന ഒരു സാധുവായിട്ട് മാറണം, സജ്ജനമായിട്ട് മാറണം. പിന്നെ നമുക്ക് ഉപസംഹരിക്കാം. പരിത്രാണായ സാധൂനാം. പിന്നെന്താ പറഞ്ഞത്? വിനാശായ ച ദുഷ്കൃതാം. ദുഷ്കർമ്മനിരതന്മാരുടെ വിനാശത്തിനായിക്കൊണ്ട് അവരെ നശിപ്പിക്കണം. അതിനാണ് ഭഗവാന്റെ അവതാരം. ദുഷ്കൃതന്മാർ എന്ന് പറഞ്ഞാൽ പാപികള്, പാപകാരികള്, പാപകർമ്മങ്ങളെ തന്നെ ചെയ്യുന്നവർ, സദാചാര യുക്തന്മാരെ ഉപദ്രവിക്കുന്നവർ, അതല്ലേ? ആചാരങ്ങളെ ലംഘിച്ചു നടക്കുന്നവരും, എന്തിന്? ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്നവരും, ശരണം വിളിക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്നവരും, അതല്ലേ? ശരണം വിളിക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്നവര്. അതാണ് ഇവിടെ എന്ന് പറഞ്ഞത്. വിനാശായ ച ദുഷ്കൃതാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ധർമ്മവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയൊക്കെ തകിടം മറിക്കുന്നവര്, നിന്ദനീയമായിട്ടുള്ള കർമ്മങ്ങളെ തന്നെ ശീലമാക്കിയിട്ടുള്ളവര്, അങ്ങനെയുള്ളവരെയൊക്കെ നശിപ്പിക്കുവാനും ഞാൻ അവതരിക്കും. അപ്പൊ ദുർജന വിനാശവും സജ്ജന രക്ഷണവും ആണ്. ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാ? അടുത്ത വരി ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഇത് രണ്ടും എന്തിനു വേണ്ടിയുള്ളതാണ്? ധർമ്മ സംസ്ഥാപനാർത്ഥായ. അപ്പോ സകല പ്രപഞ്ചവും നിലനിൽക്കുന്നത് ധർമ്മത്താലാണ്. എല്ലാവരും അല്ലേ, നേരത്തെ പറഞ്ഞല്ലോ, നിലനിൽക്കുന്നത് തന്നെ ധാരണാ ധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയതേ പ്രജാഹ. അപ്പോ എല്ലാം ധർമ്മത്താൽ ധരിക്കപ്പെടുന്നു. ആ ധർമ്മത്തിന് നാശം വരാതെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഭഗവാൻ യുഗേ 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 ഓരോ 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 യുഗത്തിലും പല പേരിലും പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ അവതരിക്കുന്നത്. അപ്പോ സാധു സംരക്ഷണത്തിനും ദുഷ്ടവിനാശനത്തിനും ധർമ്മ സംസ്ഥാപനത്തിനുമാണ് യുഗേ യുഗേ സംഭവം. ഓരോ ഓരോ യുഗത്തിൽ. അപ്പൊ ഒരു യുഗത്തിൽ ഒരു തവണ മാത്രമേ അവതരിക്കുന്നു എന്ന് ധരിക്കണ്ട. പതേ പതേ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പപ്പ അവതരിക്കുകയാണ്. പല പേരിലും പല ഭാവത്തിലൊക്കെയാണ് അവതരിക്കുക. അങ്ങനെ സദാ ധർമ്മരക്ഷണാർത്ഥം ആ ഭഗവാൻ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുക. ദിവസവും സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദിവസം മുഴുവൻ സൂര്യന്റെ ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. അതുപോലെ യുഗം തോറും എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഭഗവാന്റെ സാന്നിധ്യത്താൽ നമ്മൾ അനുഗ്രഹീതരാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോ സർവഥാ ഈശ്വരേച്ഛ ഉണർന്നു പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ ധർമ്മം നിലനിൽക്കും. ഈ ഒരു ഭഗവാന്റെ അവതാരത്തിന്റെ സമയത്തെയും ഭഗവത് അവതാരത്തിന്റെ ഉദ്ദേശത്തെയും മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠ ഒരു പ്രതിജ്ഞ എടുക്കുക. എന്ത് നമ്മളും ആ ഭഗവത് ഭക്തന്മാരായിട്ട് സജ്ജനങ്ങളായിട്ട് നിലകൊള്ളും. അപ്പൊ നമുക്കെന്തായി? നമുക്ക് നാശത്തെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ല. എന്താ കാരണം? ഭഗവാൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. നമേ ഭക്ത പ്രണശ്യതി. ഭഗവാന്റെ പ്രതിജ്ഞയാണ്. നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തനെ ഒരിക്കലും നാശമില്ല, നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൊ തൂണിന്റെ അകത്തുനിന്നാണെങ്കിലും ഞാൻ തൂണൊക്കെ വളർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് ചാടി വീഴും. ഭക്തനെ രക്ഷിക്കാൻ ഞാൻ എപ്പോഴും വരും. അപ്പൊ നമ്മൾ ആരായി തീർന്നാൽ മതി? ഭക്തനായി തീർന്നാൽ മതി. യഥാർത്ഥ ഭക്തനായി തീർന്നാൽ മതി. ലേലം വിളി ഭക്തനല്ലാതെ യഥാർത്ഥ ഭക്തനായിട്ട് മാറിയാൽ പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട. ആര് നോക്കിക്കോളും? ഭഗവാൻ നോക്കും. കണ്ണു അടച്ചോടിക്കോളും. ധാവൻ നിമില്യവാ നേത്രേ നസ്കലേ എന്ന പതേ. ഈ ഒരു തത്വത്തെ നന്നായിട്ട് ഉള്ളിൽ പ്രതിഷ്ഠിക്കുക.